എല്ലാവർക്കും നമസ്കാരം. 2026 സ്റ്റെപ്സ് എക്സാം, സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ് എക്സാം, ഇത് 6ാം ക്ലാസ്സിന് മാത്രമാണുള്ളത്. ജനുവരിയിലാണ് നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ കഴിയില്ല, കാരണം നമ്മുടെ പുസ്തകം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച പ്രസന്റ് പുസ്തകവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിനോടൊപ്പം LSS USS ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള നോട്ടുകളും ഡെയിലി എക്സാംസും നിങ്ങൾക്ക് ഈ QR വഴി ലഭിക്കുന്നതാണ്. സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. വാട്സപ്പ് ചാനലാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഡാറ്റ അനാലിസിസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ കുട്ടികളുടെ കാണാതെ പഠിക്കാനുള്ള ശേഷിയല്ല സ്റ്റെപ്സിൽ ചർച്ച ചെയ്യുന്നത്. അവർക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് എന്തുമാത്രം അറിവുണ്ട്, അതിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ. ചില ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് കാണും, ചിലത് വിവരണങ്ങളിലൂടെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും, ചിലത് നിങ്ങളുടെ സ്വന്തം ആശയങ്ങൾ എഴുതുക തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത് പഴയ ചോദ്യമാണ്. പഴയ പുസ്തകത്തിൽ 3ാമത്തെ യൂണിറ്റിലെ ചോദ്യമായിരുന്നു. അപ്പോൾ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ഈ ടേബിളിലാണ് ബാക്കിയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ ടേബിൾ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് അനാലിസിസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ ഈ പ്രസന്റ് 2025-26 അധ്യയന വർഷത്തിൽ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന് പറയുന്ന ഭാഗത്ത് അനാലിസിസ് ഇല്ല, അതിൻ്റെ ഒരു കൺസെപ്റ്റ് ടേബിൾസ് നിർബന്ധമായും പഠിക്കുക. സ്റ്റെപ്സ് എക്സാമിന് വേണ്ടി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഏതൊക്കെ ടേബിളുകളുണ്ടോ ആ ടേബിളുകൾക്ക് പ്രയോറിറ്റി കൊടുത്ത് ആദ്യമേ പഠിച്ചു തീർക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു 5 മാർക്കിൽ കൂടുതൽ ലഭിക്കും. അതിനോടൊപ്പം 3ാമത്തെ യൂണിറ്റിലും കുറച്ച് ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1ാമത്തെ പാർട്ട് പുസ്തകത്തിൽ 3ാമത്തെ യൂണിറ്റും ഈ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന് പറയുന്ന യൂണിറ്റുമാണ് പ്രധാനമായിട്ട് ടേബിളുകൾ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതും പഠിക്കേണ്ടതും. അപ്പോൾ ഇതും കഴിഞ്ഞ ദിവസത്തെ പുസ്തകത്തിലുള്ള ഒരു ഭാഗമായിരുന്നു. ഉൽപാദന ഘടകങ്ങളും അവയുടെ പ്രതിഫലവും. പ്രധാനമായും 4 ഉൽപാദന ഘടകങ്ങളാണുള്ളത്: ഭൂമി, തൊഴിൽ, മൂലധനം, സംഘടന. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇനി നിങ്ങൾക്ക് കോഡിൽ ലോക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ലോക്ക്, LLOC എന്ന് ആലോചിക്കുക. ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ, ക്യാപിറ്റൽ, ലോക്ക്. അല്ലെങ്കിൽ കോളെന്ന് ആലോചിച്ചാലും മതി. COLL. ഉൽപാദന ഘടകങ്ങൾക്ക് കോൾ ഉണ്ടാവണം. ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ലാൻഡ്, ലേബർ എന്നിവ ഉണ്ടാകണം. ഇനി അതിനോടൊപ്പം അവയുടെ പ്രതിഫലം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.